നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 ദിവസം അതിശക്തമായ മഴ. 24 മണിക്കൂർ കൊണ്ട് 7 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. മഴ മുന്നറിയിപ്പിലുണ്ടായ മാറ്റത്തിന് പിന്നാലെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി തന്നെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. പല ജില്ലകളിലും യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ റെഡ് അലർട്ട് അടക്കം നിലനിൽക്കുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം നമ്മളേവരും അറിഞ്ഞതാണ്, പെട്ടുമുടിയിലടക്കം ദുരന്തമുണ്ടായ ദിവസം പെയ്തിറങ്ങിയ അത്രയും മഴ തന്നെയാണ് തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയത്. അങ്ങനെ ഒരു വലിയ ഭാഗ്യത്തിൻ്റെ, ഒരു കടാക്ഷത്തിൻ്റെ വെളിച്ചത്തിലാണ് നിലവിൽ മലയാളികൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 24 മണിക്കൂർ കൊണ്ട് 7 അടി അധികം ജലനിരപ്പ് ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6 മണിക്ക് 120.65 അടിയായിരുന്നു ജലനിരപ്പ്. എന്നാൽ തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ 6 മണിയോടെ 120-ൽ നിന്നും 127.65 അടിയായി ജലനിരപ്പ് ഉയർന്നു. വ്യാഴാഴ്ച രാത്രി മുതൽ ശക്തമായ മഴ തന്നെയാണ് പെയ്തിറങ്ങിയത്. വെള്ളിയാഴ്ച അത് വൃഷ്ടിപ്രദേശത്തടക്കം കനത്ത മഴയ്ക്ക് കാരണമായി മാറിയിരുന്നു. 2 ദിവസം തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്തപ്പോൾ 7 അടിയോളം ജലനിരപ്പ് ഉയർന്നിരിക്കുന്നുവെന്നാണ് നിലവിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. ശനിയാഴ്ച വൈകിട്ടോടെ മഴ കുറഞ്ഞത് നല്ലൊരാശ്വാസം നൽകുന്നുണ്ട്. വ്യാഴാഴ്ച രാവിലെ 6 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 6 മണി വരെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 101 മില്ലിമീറ്റർ മഴയും തേക്കടിയിൽ 108 മില്ലിമീറ്റർ മഴയും പെയ്തിറങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീടുള്ള 24 മണിക്കൂറിൽ മഴ തെല്ലൊന്ന് കുറഞ്ഞു. 54.2 മില്ലിമീറ്റർ, 100 മില്ലിമീറ്റർ എന്ന നിലയിലാണ് മുല്ലപ്പെരിയാറിലും തേക്കടിയിലും പിന്നീട് മഴ പെയ്തത്. അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി തന്നെ ഉയർന്നതോടെ തമിഴ്നാട് ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ് സെക്കൻഡിൽ 400 ഘനയടിയിൽ നിന്നും 1400 ഘനയടിയായി ഉയർത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ഈ ഡിസംബർ മാസം 15 ആകുമ്പോൾ ഒരു മാസത്തിൽ പെയ്തിറങ്ങേണ്ടതിനേക്കാൾ 3 ഇരട്ടിയിലധികം മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തിറങ്ങിയതായി ഇതിനോടകം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിസംബർ ആയിരിക്കുന്നു, തണുപ്പ് കാലഘട്ടമാകുന്നതിന് പകരം കൊടും മഴ പെയ്തിറങ്ങുന്നതിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ് ഏവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്നത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയിട്ടുമുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതയും പ്രവചിക്കുന്നു. 18-ാം തീയതി 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. 19-ാം തീയതി മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇക്കൂട്ടത്തിൽ പ്രവചിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തെയാണ്. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞു. എന്നാൽ ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ഇന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും. കേരളത്തിലടുത്ത 3 ദിവസം മഴ ദുർബലമാകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ഇതുപോലെ തന്നെ തുടരും. പകൽ സമയത്താകട്ടെ താപനില കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഉയരാനുള്ള സാധ്യതയും ഇനി കാണുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലൊക്കെ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരം, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.